കോട്ടയം ജില്ലയിലാണ് ഈ നാടൻ പന്തുകളുടെ ഉത്സവം. പണ്ട് കാലങ്ങളിൽ കോലപ്പന്തായിരുന്നു. അതിനുശേഷം തുണി കൊണ്ട് പന്തുണ്ടാക്കിയിട്ട് റബ്ബർ പാൽ മുക്കിയ പന്ത് കളിച്ചു. ഒരു 60-62 ശേഷമാണ് തോലുകൊണ്ട് പന്ത് കുത്താൻ തുടങ്ങിയത്. അതിൽ പിന്നെയാണ് പ്രശസ്തി ഉണ്ടായത്. പന്ത് കുത്തുന്നതിനൊരു പ്രത്യേക സൈസ് തോലാണ് ഉപയോഗിക്കുന്നത്. കുട്ടിത്തോലെന്നാണ് അത് യഥാർത്ഥത്തിൽ പറയുന്നത്. ആ തോല് കൊണ്ട് പന്തുണ്ടാക്കിയാൽ കളിക്കുന്ന പിള്ളേർക്ക് കാല് നോകാനോ നീര് വെക്കാനോ ഒന്നും വരാത്ത രീതിയിലുള്ള സോഫ്റ്റായ തോല് വേണം. അത് ആ സോഫ്റ്റായ തോല് കൊണ്ട് കുത്തിയാൽ മാത്രമേ പന്ത് ശരിയായ രീതിയിൽ പന്ത് രൂപാന്തരപ്പെട്ട് കിട്ടുകയുള്ളൂ. താനും കളിക്കുന്ന പിള്ളേർക്കും പന്തിനോടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഒരു പാളിക്ക് മാച്ചാകുന്ന അതേ സെയിം തോല് തന്നെ വേണം. മറു സൈഡിൽ വിട്ട് 2 പാളി തോലെടുത്ത് കനവ്യത്യാസം ചെത്തി ലെവലാക്കി തോൽ മയപ്പെടുത്തി എടുത്തതിന് ശേഷം കോമ്പസ് കൊണ്ട് റൗണ്ട് വരച്ച് മൊനയെ കിഴിച്ച് അതേ കിഴുത്ത വഴി നൂല് കോർത്തെടുക്കുകയാണ്. നൂല് കോർത്തെടുക്കുന്ന പറഞ്ഞാൽ ഈ നൂലെന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന സൈസ് നൂലല്ല. കഴിനൂല് വാങ്ങിച്ചിട്ട് നമ്മളത് കൊച്ചുചാടയിലോട്ട് വലിച്ചു കയറ്റി 21 ഇഴ നൂലിട്ട് ഒരു പമ്പരം കൊണ്ട് പിരിച്ച് അങ്ങനത്തെ 2 നൂല് പിരിച്ചിട്ട് ഒരു നൂലാക്കി ചരടാക്കി എടുക്കും. അപ്പോൾ ഒരു ചരടെന്ന് പറയുമ്പോഴത്തേനും 42 ഇഴ ഒരു ചരടേ വരും. ആ ചരട് ഒറിജിനൽ കോട്ടൺ തന്നെ ആയിരിക്കണം. അങ്ങനെ ആ നൂല് കൊണ്ട് വലിച്ച് പന്ത് മറിച്ച് അതിനകത്ത് നല്ല നാടൻ പഞ്ഞി അത് കുറേശ്ശെ നമ്മൾ ഒരു കമ്പ് കൊണ്ട് തള്ളിക്കയറ്റി അപ്പുറം ഇപ്പുറം ഒരേ കനത്തിലും കുത്തി നിറച്ച് അത് തിരിച്ച് മൂട്ടിയെടുക്കണം. തോലിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു കളറെന്ന് പറയുമ്പോഴത്തേന് അത് ഐവറി കളറാണ്. ആ കുത്തുപാട് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി പള്ള രണ്ടും കറുത്ത ഡൈ അടിച്ച് അവനെ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കുമ്പോഴത്തേനും തിക്കായിട്ടുള്ള ഒരു പന്തായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അങ്ങനെയാണ് ഈ പിള്ളേർക്ക് പന്ത് കളിക്കാൻ കൊടുക്കുന്നത്. കളി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട, പിടിയൻ, താളം, കീഴ്, ഇണ്ടൻ. 3 എണ്ണം കഴിയുമ്പോൾ ചക്രയെന്ന് പറയും. ചക്ര കഴിഞ്ഞ് വീണ്ടും ഒറ്റ തുടങ്ങും. ഒറ്റ കഴിഞ്ഞ് 1, 2, 3 അങ്ങനെ തുടങ്ങി 2 ചക്ര വെക്കുന്നവരുണ്ട്, 3 ചക്ര വെക്കുന്നുണ്ട്. ഒരു ടീമിൽ 7 പേരാണ് ഉള്ളത്. 10 പേർക്ക് റേസ് ചെയ്യാം. 10 ഇപ്പോൾ 12 പേർക്കും വേണം റേസ് ചെയ്യാം. 7 പേർക്കേ കളിക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് കാലടിക്കുന്ന പന്ത് മുട്ടിനും ഈ പത്തിക്ക് മേളിൽ കൊണ്ട ഫൗളാണ്. അതുപോലെ വരയിൽ പന്ത് കൊണ്ട ഫൗളാണ്. അടിക്കുമ്പോൾ വര ചവിട്ടിയാൽ ഔട്ടാണ്. അതുപോലെ ഈ പോസ്റ്റുണ്ട്, 4 പോസ്റ്റുണ്ട്. ആ പോസ്റ്റെ തട്ടിയാലും ഔട്ടാണ്. അതിന് ലൈൻ നമ്പർമാരെ ഇരുത്തും നമ്മൾ നോക്കാനായിട്ട്. പിന്നെ പന്ത് പിടിക്കുന്ന പന്ത് കൈപ്പത്തിയുടെ മേളിൽ കൊണ്ടാൽ ഫൗളാണ്. 5 വരെയാണ് ടൂർണമെൻറ്റ് നടത്തുന്നത്. 5 വരെ എന്ന് പറഞ്ഞാൽ ഒരു ടീം 5 പ്രാവശ്യം വെട്ടണം, അടുത്ത ടീം 5 പ്രാവശ്യം വെട്ടണം. ചിലപ്പോൾ 5 വരയിൽ 4 വരെ വെട്ടി എണ്ണം കൂടുതലാണെങ്കിൽ 5ാമത്തെ വരെ വെട്ടേണ്ട സാഹചര്യം അവർക്കുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ 5 വരെ പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും എണ്ണം കൂടുന്ന ആൾ വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. അതുപോലെ മഴ മൂലമോ വെളിച്ചക്കുറവ് മൂലം കളി മുടങ്ങിയാൽ 3 വരെ പൂർത്തിയാക്കുന്ന വെച്ച് നോക്കും. 3 വരെ പൂർത്തിയാക്കിയാൽ ആ വരയിൽ ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത് അവർ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. ഇനി 4 വരെ വെട്ടിയെങ്കിൽ 4 വരെ പൂർത്തിയാക്കിയതാൽ അവർ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. ഇനി ഒരാൾ 4 വരെ വെട്ടി, ഒരാൾ 5 വരെ വെട്ടിയാലും 4 വരെ വെട്ടിയതായിട്ടേ കണക്കാക്കത്തുള്ളൂ. 4 വരെ ലീഡ് ചെയ്തവർ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. ഇപ്പം നമുക്ക് കോട്ടയത്താണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പിന്നെ ഇടുക്കിക്കാരുണ്ട്. ഇപ്പം അടൂരിൽ നിന്ന് ടീം വന്നിട്ടുണ്ട്, ആലപ്പുഴ. അപ്പം 3 ജില്ല, ഇനി 2 ജില്ലയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അംഗീകാരം കിട്ടും. അംഗീകാരം കിട്ടിയാൽ ഇതുകൊണ്ട് താരങ്ങൾക്കാണേലും പ്രയോജനമുള്ളൂ. രണ്ടായിരത്തി 2011 രജിസ്റ്റർ ചെയ്തിട്ടുള്ള
ഫെഡറേഷന് തന്നെ ഒരു നിയമപ്രകാരമായിട്ടുള്ള നടക്കുന്നതാണ് ഈ ഫെഡറേഷൻ കമ്മിറ്റി നടക്കുന്നത്. നിലവിൽ ഫെഡറേഷൻ കമ്മിറ്റി അംഗങ്ങളെന്ന് പറയുന്നത് പന്ത് കളിക്കകത്തുള്ള മുഴുവൻ കളിക്കാരും, അതായത് ഒരു സീസണിൽ 32 ടീം ഉണ്ടെങ്കിൽ ആ ടീമിൽ അത് 12 അംഗങ്ങളാണ് വരുന്നത്, കളിക്കാർ മാത്രം. പിന്നെ നോൺ പ്ലേയേഴ്സ് ക്യാപ്റ്റന്മാർ അല്ലെങ്കിൽ അവരുടെ മെൻറ്റർമാർ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഫെഡറേഷൻ കമ്മിറ്റിക്കകത്ത് അംഗത്വം എടുക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം 400-നടുത്ത് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് കേരള നെറ്റ്ബോൾ ഫെഡറേഷൻ. 2 രീതിയിലാണ് പന്ത് കളി നടക്കുന്നത്. ഒന്ന് നമ്മൾ ഫുട്ബോൾ, ക്രിക്കറ്റ് പോലെ അവരുടെ സംഘടനയുടെ കപ്പ് പോലെ തന്നെ ഫെഡറേഷൻ കപ്പ് എന്ന രീതിയിൽ ഫെഡറേഷൻ കമ്മിറ്റി നടത്തുന്ന കളിയും, പിന്നെ വിവിധമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഓരോരോ ക്ലബ്ബുകൾ അങ്ങനെ നടത്തുന്ന കളികളാണ് നിലവിൽ നടക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കായിക വിനോദത്തിനും കായിക മത്സരത്തിനും ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാടൻ പന്ത് കളിയാണ്. എന്നാൽ ഇതിനെ സംസ്ഥാന തലത്തിൽ മുഴുവനും എല്ലാ ജില്ലകളിലും നാടൻ പന്ത് കളി മത്സരങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവന്നാൽ അത് നമ്മുടെ ജില്ലകളിലും നമ്മുടെ സമീപ ജില്ലകളിലും എല്ലാമായി അതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലപ്പെടുത്തി എടുത്തുകൊണ്ട് വന്നാൽ ഇത് സ്പോർട്സ് കൗൺസിൽ അംഗീകാരം നേടിയെടുക്കുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ടാകും. നിരന്തരമായ കളികൾ വരുമ്പോൾ കളിക്കാരെ സംഘടിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ടീമിന് മാത്രമല്ല എല്ലാ ടീമിനും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവരെയൊക്കെ അടുപ്പിച്ച് കളികൾ വരുമ്പോൾ വലിയ പാടാണ് എല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. കളിക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസിങ്ങും ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. ഇതുപോലത്തെ ടൂർണമെൻറ്റുകൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോടുള്ള സ്പിരിറ്റ് കൊണ്ട് ഞങ്ങൾ മാക്സിമം പങ്കെടുക്കാവുന്ന എല്ലാ ടൂർണമെൻറ്റുകളും പങ്കെടുക്കുകയും നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അഞ്ച് വർഷത്തോളമായി കുവൈറ്റിലും നാടൻ പന്ത് കളി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അവിടുത്തെ സംഘടന കുവൈറ്റ് കേരള നെറ്റ്ബോൾ ഫെഡറേഷൻ സംഘടന കീഴിൽ 100ഓളം പേര് ഞങ്ങൾ ആ സംഘടനയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് പന്ത് കളി ഭംഗിയായ രീതിയിൽ നടന്നു വരുന്നു. GCC മേഖലയിൽ ഞങ്ങളൊരു 5 രാജ്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. അതിനകത്ത് ഫസ്റ്റ് ടൂർണമെൻറ്റിൽ കുവൈറ്റായിരുന്നു വിൻ ചെയ്തത്. പിന്നെ സെക്കൻഡ് ടൈമിൽ ഞങ്ങൾ റണ്ണറപ്പായി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ആ ടൂർണമെൻറ്റിൻ്റെ അടുത്ത 3rd ബാച്ച് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ വിദേശത്ത് കളിക്കുന്നിട്ടുള്ള ഒരു ടീമിൻ്റെ സ്പോൺസർമാർ കേരള നെറ്റ്ബോൾ ഫെഡറേഷനെ അറിയിക്കുകയും അവർ പറഞ്ഞിട്ടുള്ള ഗുണമേന്മയുള്ള ആൾക്കാരെ നമ്മളങ്ങോട്ട് സജക്റ്റ് ചെയ്യും. അങ്ങനെ അവർ വെളിയിലോട്ട് ജോലി നേടി അവരെ ഉപജീവനമാർഗം നേടാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ട്. ഒത്തിരി സ്ത്രീജനങ്ങൾ ഇവിടെ കാണാൻ വരുന്നുണ്ട്, പതിവായിട്ടുണ്ട്. പന്ത് കളി കുറച്ചുകൂടെ മെച്ചപ്പെടണമെന്നാണ്. കാരണം സീനിയർ ആൾക്കാരുമുണ്ട്, ജൂനിയർ ആൾക്കാരുമുണ്ട്. നമ്മൾ സ്ഥിരം വെട്ട് കാണുമ്പം ഒന്നും അറിയാൻ മേലാത്ത പിള്ളേരും വന്ന് പന്ത് വെട്ടി കളിച്ചിട്ട് പോകുന്നതും കാണാം. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഒന്നുകൂടെ ഒരു കോച്ചിങ് പോലെ ഒക്കെ അവധിക്കാലങ്ങളിൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ മെച്ചമായിട്ട് നമ്മുടെ കൊച്ചു പിള്ളേരും വളർന്നു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് പന്ത് കളി കാണുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ആങ്ങളെയൊക്കെ പന്ത് കളിക്കാൻ പോകുന്നത് നമ്മൾ കാണാം. വലിയ ട്രോഫിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളിത് കാണാം. ഞാൻ ഇവിടെ കെട്ടിച്ച് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഭർത്താവ് നേരത്തെ തന്നെ വലിയൊരു പന്ത് കളിക്കാരനായിരുന്നു. അതിന് ശേഷം ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടുപാതയ്ക്ക് 2 വർഷമായിട്ട് ഇവിടെ പന്ത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും അത് തത്സമയം വന്ന് കാണാനും അത് കേൾക്കാൻ അത് സഹകരിക്കാനൊക്കെ പറ്റുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഇത് ഞങ്ങൾ നാട്ടുകാരുടെ ജനകീയമായ ഒരു കളിയായിട്ട് ഞങ്ങളങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്.